CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മങ്കടയിൽ മഞ്ഞലാംകുഴി അലിക്കെതിരെ മത്സരിക്കാൻ മുസ്ലിം ലീഗ് മങ്കട നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും പാർട്ടി വിടാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും നാളെ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനുള്ളിലെ വിശ്രമ കേന്ദ്രത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിയും ആക്രി സാധനങ്ങൾ പെറുക്കി വിൽക്കുന്നയാളുമായ 65-കാരൻ മുരുകനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷൊർണൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി P. ഹരിഗോവിന്ദന്റെ റോഡ് ഷോ ആവേശകരമായി നടന്നു. വെങ്ങാട്ടിരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ചെർപ്പുളശ്ശേരിയിൽ സമാപിച്ചു. വടക്കൻ വെള്ളിനേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. ഏകദേശം 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. പോലീസ് എത്തി സ്ഥലത്ത് പ്രാഥമിക പരിശോധന നടത്തി. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനുള്ളിലെ വിശ്രമ കേന്ദ്രത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിയും ആക്രി സാധനങ്ങൾ പെറുക്കി വിൽക്കുന്നയാളുമായ 65-കാരൻ മുരുകനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനുള്ളിലെ വിശ്രമ കേന്ദ്രത്തിലായിരുന്നു മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. സമീപത്തെ കട നടത്തുന്നയാളാണ് മൃതദേഹം ആദ്യം കാണുന്നത്. പിന്നീട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തലയിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇയാൾ കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി കുളപ്പുള്ളിയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളയാളാണെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നും പോലീസ് പറഞ്ഞു. CCN ഒറ്റപ്പാലം. മങ്കടയിൽ മഞ്ഞലാംകുഴി അലിക്കെതിരെ മത്സരിക്കാൻ മുസ്ലിം ലീഗ് മങ്കട നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും പാർട്ടി വിടാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും നാളെ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. താൻ ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്നും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആരുടെ പിന്തുണയും സ്വീകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഈ രാജ്യത്തെ ഏതു പൗരന്റെയും പിന്തുണ തനിക്ക് സ്വീകാര്യമാണെന്നും വോട്ട് ചെയ്യാൻ ആർക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മറുപടി നൽകി. ഇടതുപക്ഷത്തിന്റെ പിന്തുണയുണ്ടാകുമോ എന്ന കാര്യത്തിൽ അവരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് മുഹമ്മദ് വ്യക്തമാക്കി. നിലവിൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തന്റെ അഭ്യർത്ഥന പ്രകാരം അവർ പിന്തുണ നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത്സരിക്കാൻ ആവശ്യമായ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് സമസ്ത നേതാവ് ആലിക്കുട്ടി മുസ്ലിയാരാണെന്ന് മുഹമ്മദ് വെളിപ്പെടുത്തി. അദ്ദേഹം തന്റെ കുടുംബത്തിലെ കാരണവരാണെന്നും ആ ബന്ധത്തിന്റെ പേരിലാണ് തുക നൽകിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നോമിനേഷൻ നൽകിയിട്ടുള്ളത്. സ്വതന്ത്രമായിട്ട് നോമിനേഷൻ കൊടുക്കുകയില്ല. ആർക്കും വേണമെങ്കിലും പിന്തുണക്കാം. ഇപ്പോ കുറച്ച് സുഹൃത്തുക്കളും നമ്മൾ കുറച്ച് ആളുകളും മാത്രമാണുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പരമാവധി ആരൊക്കെ സഹകരിക്കുന്നു അവരെ കൂട്ടി മുന്നോട്ട് പോകാനാണ് തയ്യാറെടുപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി എന്താണ് കാരണം എന്നുള്ളത് നാളെ നിങ്ങളെല്ലാവരെയും വിളിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്താനാണ് പരിപാടി. അത് നമ്മൾക്ക് എല്ലാവർക്കും സൗകര്യമുള്ള ഒരു സമയം നമുക്ക് കാത്തിരിക്കാനുള്ള സമയമുണ്ടോ? ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ചൂടിലേക്കൊക്കെ ഇറങ്ങണ്ടേ? വിശദമായി പറയേണ്ടതുണ്ട്.
അത് പറഞ്ഞതിന് ശേഷമാണ് അല്ല, ഇറങ്ങുന്നത്. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ഇരുന്നതല്ലേ, പിന്നെ എന്താണ് ഇപ്പോൾ ഒരു പൊതുസംഘടനയെ മത്സരിക്കാൻ കാരണം? അത് നാളെ പറയാന്ന് കരുതിയിട്ട് അത് ചെറിയ വാക്കിൽ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിലവിൽ ഇപ്പൊ CPM ആയിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM നേതാക്കൾ നിങ്ങൾ ബന്ധപ്പെട്ടെന്ന് എന്തൊരു പിന്തുണ അറിയിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ ആരുടെയും പിന്തുണ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ അവരോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൽ അവരും പെടും. അവർക്ക് വേണമെങ്കിലും പിന്തുണക്കാം, ആർക്ക് വേണമെങ്കിലും പിന്തുണക്കാം. അങ്ങനെയല്ല, നമ്മളൊക്കെ അന്വേഷണത്തില് CPM ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമെന്നും താങ്കളെ എന്നിട്ട് LDF സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ LDF പിന്തുണ നൽകുമെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും നീക്കുപോക്ക് അല്ലെങ്കിൽ നടന്നിട്ടുണ്ടോ ഇടതുപക്ഷമായിട്ട്? ഇപ്പൊ ഞാൻ അങ്ങോട്ടാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും പിന്തുണക്കാം എന്നുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. തീരുമാനം പറയേണ്ടത് അവരാണ്. അപ്പൊ ഇടതുപക്ഷം പിന്തുണച്ചാൽ ഇടതു സ്ഥാനാർത്ഥിയായിട്ടാണോ അതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണോ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാനിപ്പോ പത്രിക നൽകിയിട്ടുള്ളത്. ഇനി ഏത് രൂപത്തിലാണെന്നുള്ളത് അവരെ പിന്തുണ തരുമ്പോൾ അവരുടെയും പിന്തുണയോട് കൂടിയുള്ള സ്ഥാനാർത്ഥിയാണ്. എല്ലാവരുടെയും പിന്തുണ സ്വീകരിക്കും. എല്ലാവരുടെയും പിന്തുണ BJPയുടെ NDAയുടെ അത് ആരുടെ എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാവരുടെയും പിന്തുണ. BJP നിങ്ങളെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ സ്വീകരിക്കും. അതെ, BJP പിന്തുണയ്ക്കാൻ ആരുടെ ഈ രാജ്യത്തിലെ ഏത് പൗരന്റെയും പിന്തുണ സ്വീകരിക്കും. കാരണം ഏത് പൗരനും ആർക്കും വോട്ട് ചെയ്യാം. പ്രയോറിറ്റി ഉണ്ടോ? BJP ആർക്കും വേണമെങ്കിലും ചെയ്യാം. സ്വതന്ത്രനെ സംബന്ധിച്ചിടത്തോളം ആർക്കും വേണമെങ്കിലും പിന്തുണ. ഇന്ന പാർട്ടിയുടെ വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ല. ഈ സമസ്തയുടെ നേതാവ് ആലിക്കുട്ടി മുസ്ലിയാര് താങ്കൾക്ക് കെട്ടിവെക്കാനുള്ള എന്റെ കുടുംബത്തിലെ കാരണം ഒരു മൂത്താപ്പിയാണ്. മൂപ്പരാണ് എനിക്ക് ഇവിടെ കെട്ടിവെക്കാനുള്ള ക്യാഷ് നൽകിയിട്ടുള്ളത്. ഇത് തന്ന ആ ക്യാഷ് വന്നിട്ടാണ് ഞാനിവിടെ പത്രിക സമർപ്പിച്ചത്. സമസ്തയുടെ പിന്തുണ ഉണ്ടോ? മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിലുള്ള വേദനയുണ്ടോ എന്ന ചോദ്യത്തിന് നാളത്തെ വാർത്താ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. CCN മലപ്പുറം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KP ബാബുരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന ആവേശകരമായ പ്രകടനത്തിന്റെ അകമ്പടിയോടെയാണ് അദ്ദേഹം പത്രികാ സമർപ്പണത്തിന് എത്തിയത്. പ്രകടനത്തിലുടനീളം NDA പ്രവർത്തകർ ആവേശകരമായ മുദ്രാവാക്യങ്ങളുമായി സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ IAS മുൻപാകെയാണ് പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയത്. വിശ്വാസ സംരക്ഷണത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും തന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയെന്ന് പത്രികാ സമർപ്പണത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിലെ ദേവനെ കൂടി അടിച്ചു മാറ്റുമെന്നറിയില്ല. ശബരിമല മുഴുവൻ അടിച്ചു മാറ്റി കൊള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ സമൂഹങ്ങൾ തമ്മിലുള്ള ചർച്ച, അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഈ മധ്യസ്ഥം വഹിച്ച് അവർ രണ്ടിനും ചേർത്ത് പിടിക്കുന്ന പകരം രണ്ടിനും രാഷ്ട്രീയ ബലം നോക്കി രണ്ട് തട്ടിലാക്കിയാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ AK അതുപോലെ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പിന്നെ മറ്റ് മുസ്ലിങ്ങൾ അവാന്തര വിഭാഗങ്ങളുണ്ട് വ്യത്യസ്ത മേഖലകളിൽ. അവരൊക്കെ പരസ്പരം അടുപ്പിക്കുക. ഇവരെല്ലാവരും കൂടി കോർത്തിണക്കി ഒരു മാലയെ കോർത്ത മുത്തുമണികളെ മാതിരി ഒരുമിച്ച് കൊണ്ടു നടക്കുക. അവർ വിശ്വാസ സംരക്ഷണം ഉണ്ടാവണോ? ഒരാളും മറ്റൊരാളെ മേൽ കുതിര കയറുന്നില്ല ഉറപ്പുവരുത്തുന്ന ഒരു വിശ്വാസ സംരക്ഷണം നമ്മൾ. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനൊപ്പം തന്നെ ജനങ്ങളുടെ വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നും കേന്ദ്ര വിരുദ്ധ വയ്ക്കാൻ 2014 മുതൽ 2026 12 വർഷം ഭരിക്കുന്ന ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഭരണ നേട്ടങ്ങളും ഇവിടെ കിട്ടില്ല. BJP ജയിച്ച് അവിടെ വീണ്ടും ജയിക്കുന്നു. ഇവിടെ ഇവർ തമ്മിൽ പരസ്പരം ഒരു ചക്കളത്തി പോരാട്ടം നടത്തുന്നത്. ആ LDFനും UDFനും തിരിച്ചറിയാം. നിങ്ങൾക്കറിയാം, മീററ്റിൽ നിങ്ങൾക്ക് അവിടെ ഒരു 40% പിന്നെ മറ്റ് പിന്നെ ഭൂരിപക്ഷ സമുദായം, 60% ന്യൂനപക്ഷ വിഭാഗം. BJP ന്യൂനപക്ഷ എഴുതാറിയുന്നു. അവിടെ ജയിച്ചത് BJPയാണ്. അതുകൊണ്ട് ഈ പെരിന്തൽമണ്ണ ഇപ്പം LDFും UDFും ഒക്കെ മുമ്പ് വിജയിച്ചു നിന്നാൽ BJP 5000 വോട്ടുള്ള മേഖലകളിൽ പോലും വളരെ ഭംഗിയായി BJP ഭിന്നബിലിറ്റി BJP ഇന്ത്യ രാജ്യത്ത് കൂടുതലാണ്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJP ഭിന്നബിലിറ്റി 90%. ഇത്രയും ഭിന്നബിലിറ്റി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തെന്നില്ല. അതുകൊണ്ട് LDFനും UDFനും തോൽപ്പിക്കാൻ കഴിയും. ഇവിടെ എപ്പോഴുള്ള അവരുടെ മെജോറിറ്റി പ്രശ്നമല്ല. ജനങ്ങൾ പിന്നെ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ലോകത്ത് പെട്രോളിനൊക്കെ അതിശക്തമായി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക.
ഇന്നും ഇവിടെ സ്റ്റേബിളായി നിൽക്കുന്നത് പ്രധാനമന്ത്രി ലോക നേതാക്കന്മാർ ലോകരാജ്യങ്ങളെ ടൈപ്പ്, ഇറാനുമായിട്ടുള്ള ബന്ധം, ഒരേ സമയത്ത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, ലോക രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി പ്രിയങ്കരനാണ്. അതുകൊണ്ട് ഒരു പോറലേൽപ്പാതെ നമ്മളെ ജനങ്ങളെ കൊണ്ടു നടക്കുന്നു. NDA മുന്നണിയിലെ പ്രമുഖ നേതാക്കളും പത്രികാ സമർപ്പണ വേളയിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. CCN പെരിന്തൽമണ്ണ. ആവേശകരമായ പ്രകടനത്തിന്റെ അകമ്പടിയോടെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് ശേഷമാണ് അദ്ദേഹം വരണാധികാരി മുൻപാകെ പത്രിക നൽകിയത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മൻസിൽ അബൂബക്കർ പ്രചാരണം കൊഴുപ്പിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി മണ്ണാർക്കാട് ഒരു MLA ഉണ്ടോ എന്ന് ജനങ്ങൾ സംശയിക്കുന്ന അവസ്ഥയാണെന്ന് പത്രികാ സമർപ്പണത്തിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാലങ്ങളായി ദുരിതാവസ്ഥയിലുള്ള അട്ടപ്പാടി റോഡിന്റെ കാര്യത്തിൽ 4 മാസത്തിനുള്ളിൽ കൃത്യമായ തീരുമാനമുണ്ടാക്കും. മണ്ഡലത്തിലെ പ്രധാന യാത്രാ പ്രശ്നമായ കണ്ണംകുണ്ട് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി പരിഹാരം കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ ആത്മവിശ്വാസമാണ്. മണ്ഡലത്തിലുടനീളം കുറച്ച് ദിവസങ്ങളായി സഞ്ചരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് അനുകൂലമായ ഒരു തരംഗം തന്നെ ജനങ്ങൾക്കിടയിലുണ്ട്. ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്ന ഒരു ഭരണത്തിന്റെ ആനുകൂല്യം എല്ലാ ജനങ്ങൾക്കും ലഭ്യമാവുന്നു എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം 100% ഉറപ്പാണ്. മണ്ണാർക്കാട് ഇത്തവണ ഒരു ഇടതുപക്ഷ MLA പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അതാണല്ലോ പറഞ്ഞത്. തീർച്ചയായും ഈ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന് അനുകൂലമായിരിക്കും. ആ ഗവൺമെന്റിന് അനുകൂലമായ ഒരു MLA മണ്ണാർക്കാട് നിന്നുണ്ടാവും. പ്രചാരണ ഘട്ടത്തിന് മുന്നിലെത്താൻ കഴിഞ്ഞോ? കാരണം അവരുടെ പ്രഖ്യാപനം വൈകി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. തീർച്ചയായും ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ എന്നും മികച്ചതായിരിക്കും. നമ്മുടെ സെറ്റപ്പുകൾ വളരെ വലുതാണ്. അണികൾ അല്ലെങ്കിൽ പ്രവർത്തകർ അടിത്തട്ടിൽ നിന്ന് തന്നെ നന്നായി പ്രവർത്തിച്ച് ഞങ്ങൾ ഒരുപടി മുമ്പിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇടതുമുന്നണി അതിന്റെ കൃത്യമായ സെറ്റപ്പോടെ മുന്നോട്ട് പോവുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ആദ്യ പ്രൊജക്ട് എന്ന് പറയുന്നത് 15 വർഷമായി ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു എന്നൊരു സംശയമാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് ആനക്കട്ടി റോഡ് പാവപ്പെട്ട അട്ടപ്പാടി നിവാസികളോട് അവരുടെ വല്ലാത്ത വിഷമം നമുക്ക് കാണാനാവും. അതുകൊണ്ട് തന്നെ ആദ്യ പരിഗണന എന്ന് പറയുന്നത് മണ്ണാർക്കാട് ആനക്കട്ടി റോഡ് തന്നെയായിരിക്കും. അത് ഒരു 4 മാസത്തിനുള്ളിൽ അത് പ്രവർത്തനം ആരംഭിച്ച് പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ഇടതുമുന്നണി. CCN മണ്ണാർക്കാട്. ഷൊർണൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി P. ഹരിഗോവിന്ദന്റെ റോഡ് ഷോ ആവേശകരമായി നടന്നു. വെങ്ങാട്ടിരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ചെർപ്പുളശ്ശേരിയിൽ സമാപിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോ പേങ്ങാട്ടിരി സെന്ററിൽ നിന്നാണ് ആരംഭിച്ചത്. ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി റോഡ് ഷോ ചെർപ്പുളശ്ശേരി ടൗണിൽ സമാപിച്ചു.
UDF ജില്ലാ ചെയർമാൻ മരക്കാർമാരായ മംഗലം KK അസീസ്, കൃഷ്ണകുമാർ, വിനോദ് കുമാർ, KM ഇസാഖ്, അബ്ദുറഹ്മാൻ ചളവറ, ഹരിശങ്കർ തുടങ്ങിയ നേതാക്കൾ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. ഷർണൂർ മേഖലയിലെ ഷർണൂർ തടയണ മുതൽ ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ റോഡിന്റെ നവീകരണം വരെയുള്ള ഇതിന്റെ നിർമ്മാതാവ്, ഇതിന്റെ ഈ രാജ്യത്തിന് സമ്മാനിച്ച MLA പ്രിയപ്പെട്ട PK ശശിയാണ്. ആ PK ശശി ഇന്ന് നമ്മുടെ കൂടെയാണ് ഉള്ളത്. ആരെങ്കിലും കൊണ്ടുവന്ന വികസനത്തിന്റെ പേരിൽ എട്ടുകാലി മമ്മൂഞ്ഞി ചമയുക എന്നതിൽ കവിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതുതായി ആരംഭിച്ച ഒരു പദ്ധതി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വെക്കാനില്ല. എൻ്റെ കൂടെ ഷർണൂരിലെ പ്രിയപ്പെട്ട നേതാക്കന്മാരുണ്ട്. ഞാനവിടെ ഒരു ഇരുമ്പ് കമ്പനിയുടെ ചെയർമാനായിരുന്നു. എത്രയോ 5000-ഓളം വരുന്ന തൊഴിലാളി, ആയിരക്കണക്കായ തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് ഷർണൂരിലെ ഇരുമ്പ് വ്യവസായം. അത് പാടെ തകർന്ന് തരിപ്പണമായി ഈ 10 കൊല്ലം മുമ്പ്. ഷൊർണൂരിൽ ഇത്തവണ UDF തരംഗമാണെന്നും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി P. ഹരിഗോവിന്ദൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. UDFന്റെ കഴിഞ്ഞ LDFന്റെ റോഡ് ഷോ നിങ്ങൾ കണ്ടു, BJP റോഡ് ഷോ കണ്ടു, UDFന്റെ റോഡ് ഷോ കണ്ടു. UDF ഇത്തവണ ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിന് തുടക്കമാണ് സിറ്റിംഗ് MLA കൂടിയാണ് നിലവിലെ LDFന്റെ സ്ഥാനാർത്ഥി. നിരവധി വികസന പ്രവർത്തനങ്ങൾ ഷൊർണൂർ മണ്ഡലത്തിൽ കാഴ്ചവെച്ച കമ്മിക്കുട്ടിയുടെ ഈ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി വരില്ലേ LDF? അതല്ലേ PK ശശി പറഞ്ഞത്. അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുക മാത്രമാണ് ഈ MLA ചെയ്തിട്ടുള്ളത്. ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് മുൻ MLA PK ശശി എന്ന് പറഞ്ഞത്. അതാണ് യാഥാർത്ഥ്യം. മാറാനുറച്ച് UDF ഷൊർണൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും മാറുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും ഷൊർണൂർ മാറും. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷം ചെയ്യും. കഴിഞ്ഞ 35,000-ലധികം ഭൂരിപക്ഷത്തിലായിരുന്നു മമ്മിക്കുട്ടിയുടെ വിജയം. അത് ഇത്തവണ എങ്ങനെ മറികടക്കാൻ സാധിക്കും? ലോക്സഭ നിങ്ങൾ കണ്ടില്ലേ, അത് എത്ര ചുരുങ്ങി. ഇപ്പോൾ ഞങ്ങൾ ലോക്സഭയും മറികടന്ന് UDF വിജയിക്കും. ശരി. ഈ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് വിളിച്ചത് നിലവിലെ LDF സ്ഥാനാർത്ഥിനല്ലേ? ഞാനങ്ങനെ വ്യക്തിപരമായിട്ട് ആരെയൊന്നും പറയില്ല. ഞാനൊരു പ്രസ്ഥാനത്തെയാണ് പറയുന്നത്. അതായത് ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വികസനം. ഷൊർണൂരിൽ വരുമ്പോൾ PK ശശി കൊണ്ടുവന്നൊരു വലിയ വികസനമാണ് ഷൊർണൂരിലെ തടയുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്താൽ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഈ റോഡ് കാലം നിങ്ങൾ നിൽക്കുന്ന ഈ റോഡ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതി. ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മളെ ഷൊർണൂർ സർക്കാരിൻ്റെ ദുരിതം, അതൊക്കെ അദ്ദേഹം കൊണ്ടുവന്ന പരിപാടികളാണ്. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി കിഴൂർ കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരാഘോഷത്തോടനുബന്ധിച്ച് കാളവേല ആഘോഷിച്ചു. രാത്രിയോടെ രാവിലെ ചന്തം ചാർത്തി ഇണക്കാളക്കോലങ്ങൾ ക്ഷേത്രത്തിലെത്തി. വാദ്യമേളങ്ങൾ അകമ്പടിയായി. CCN ചെർപ്പുളശ്ശേരി. വടക്കൻ വെള്ളിനേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. ഏകദേശം 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. പോലീസ് എത്തി സ്ഥലത്ത് പ്രാഥമിക പരിശോധന നടത്തി.
ഞായറാഴ്ച രാവിലെ ക്ഷേത്രമേൽശാന്തി പ്രകാശൻ നമ്പൂതിരി പൂജകൾക്കായി നട തുറക്കാൻ എത്തിയപ്പോഴാണ് ഭണ്ഡാരം തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്രത്തിനകത്തെ കിണറിനു സമീപത്തെ മേൽക്കൂരയുടെ ഓടുകൾ പൊളിച്ചാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത്. അകത്തെ ഒരു ഭണ്ഡാരത്തിന്റെ പൂട്ടു തകർത്താണ് പണം അപഹരിച്ചത്. സംഭവത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ബാലകൃഷ്ണൻ, സെക്രട്ടറി ചാമി, ട്രഷറർ രാമദാസൻ എന്നിവർ ചെർപ്പുളശ്ശേരി സിഐക്ക് പരാതി നൽകി. പോലീസ് എത്തി സ്ഥലത്ത് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി. പ്രദേശത്ത് മുൻപും മോഷണങ്ങളും കക്കൂസ് മാലിന്യം തള്ളലടക്കമുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വ്യാപകമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. തൃപ്പുളിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി ക്ഷേത്രത്തിന്റെ ഉൾവശത്ത് നടയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭണ്ഡാരം കുത്തി തുറന്ന നിലയിലാണ്. അതിലുള്ള ഒരു സംഖ്യ ഏകദേശം 10,000-ഓളം രൂപ സംഖ്യ നഷ്ടപ്പെടുകയുണ്ടായി. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തു കൂടി ഓട് ഇളക്കി മാറ്റി താഴെ ഒരു മണിക്കിണറുണ്ട്. അതിൻ്റെ സ്റ്റെപ്പിൽ ചവിട്ടിയിട്ടാണ് താഴെ ഇറങ്ങി മുൻവശത്തെ ഭണ്ഡാരം പിൻഭാഗത്ത് നിന്ന് തുറന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുന്നത് വളരെ അമ്പലത്തെ ചുറ്റുപാടിനെ കുറിച്ചും അതുപോലെ തന്നെ ഉൾവശത്തെക്കുറിച്ചും നല്ല പരിജ്ഞാനമുള്ള ഒരാളായിരിക്കണം ഇതിൻ്റെ പിന്നിലെന്നാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ധാരണ എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു ഭണ്ഡാരം മാത്രമേ തുറന്നിട്ടുള്ളൂ. 4 വശത്തും കാണുന്ന ഭണ്ഡാരങ്ങൾക്കൊന്നും കേടുപാടുകളില്ല. ഒരു പക്ഷേ 4 പുറം ലൈറ്റ് ഉള്ളത് കൊണ്ടും മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന മിനി മാസ് ലൈറ്റ് അമ്പലത്തെ മുഴുവൻ ആവരണം ചെയ്തുകൊണ്ടും ആയിരിക്കാം ഇങ്ങനെ നടന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് കൃത്യനിർവഹണം കഴിഞ്ഞ് വാതിൽ മുഖാന്തരം പുറത്തു വരികയാണ് ചെയ്തിരിക്കുന്നത്. ക്ഷേത്ര കമ്മിറ്റിയെ സംബന്ധിച്ച് അടുത്ത കാലത്തൊന്നും ഇത്തരം ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതൊരു ആദ്യ സംഭവമാണ്. എന്തായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇക്കാര്യം ക്ഷേത്രത്തിലെ മേൽശാന്തി രാവിലെ നട തുറന്നപ്പോഴാണ് അറിയുന്നത്. ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിച്ചു. ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യം അറിയിക്കുകയും പോലീസ് എട്ടരയോടുകൂടി ക്ഷേത്രത്തിലെത്തി വിശദമായ പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി പോയിട്ടുണ്ട്. അവർ സമഗ്രമായ അന്വേഷണം നടത്താമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്നും പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും പ്രദേശവാസികളായ PV സുരേഷ്, ആലംകുണ്ടിൽ രാധാകൃഷ്ണൻ എന്നിവർ ആവശ്യപ്പെട്ടു. തൃപ്പുലിക്ക മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി കള്ളം കടന്ന് ഭണ്ഡാരം തുറന്ന് പണം നഷ്ടപ്പെടുകയും രാവിലെ മേൽശാന്തി പറഞ്ഞ അറിഞ്ഞ സ്ഥിതിക്ക് ദേവസ്വം കമ്മിറ്റി ഓഫീസുകളിൽ അറിയിക്കുകയും അവർ സ്റ്റേഷൻ അറിയിച്ച് വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നാലും ഈ ക്ഷേത്ര പരിസരത്ത് കള്ളന്മാരുടെ ശല്യം, മാലിന്യം തള്ളുന്ന ശല്യങ്ങൾ, അതുപോലെ ലഹരി വിരുദ്ധങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ട് ഞങ്ങളതിനെ നിയമപാലകരെ അറിയിച്ചിട്ടും അതിന് വേണ്ട ഒരു നടപടി ഇതേവരെ എടുത്തു എന്നുള്ളത് തോന്നുന്നില്ല. അതുപോലെ ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി പോലീസിൻ്റെ നൈറ്റ് പെട്രോളിംഗ് ഇവിടെ ആവശ്യമാണ്. അതുപോലെ ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഇതിനെതിരെ നേരിടണമെന്നും പറയുകയാണ്. ഞങ്ങളത് ശക്തമായി നേരിടുകയും ചെയ്യും. രാത്രിയായാലും പകലായാലും ഇനി ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഈ പരിസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിനപ്പോൾ വേണ്ട നടപടികൾ നിയമപാലകർ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CCN ചെത്തല്ലൂർ. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെത്തിയ പൊതുനിരീക്ഷകൻ ഷെവാങ്ക്യാച്ചോ ബ്യൂട്ടിയ വിവിധ തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. സിവിൽ സ്റ്റേഷനിലെ B3 ബ്ലോക്കിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയ മോണിറ്ററിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ സെൽ സന്ദർശിച്ച അദ്ദേഹം നിലവിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സജ്ജീകരിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പ് കൺട്രോൾ റൂമിലും അദ്ദേഹം സന്ദർശനം നടത്തി. തിരൂർ, കോട്ടയ്ക്കൽ മണ്ഡലങ്ങളുടെ നിരീക്ഷണ ചുമതലയാണ് ഷെവാങ്ക്യാച്ചോ ബ്യൂട്ടിയയ്ക്കുള്ളത്. പരാതികൾ നൽകാം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നിരീക്ഷകനെ നേരിൽ കണ്ട് പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ്. കാലിക്കറ്റ് സർവകലാശാല കാർഡമം ഗസ്റ്റ് ഹൌസിലെ 15-ാം നമ്പർ മുറിയിൽ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മങ്കടയിൽ മഞ്ഞലാംകുഴി അലിക്കെതിരെ മത്സരിക്കാൻ മുസ്ലിം ലീഗ് മങ്കട നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും പാർട്ടി വിടാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും നാളെ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനുള്ളിലെ വിശ്രമ കേന്ദ്രത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിയും ആക്രി സാധനങ്ങൾ പെറുക്കി വിൽക്കുന്നയാളുമായ 65-കാരൻ മുരുകനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്.
ഷൊർണൂർ നിയോജകമണ്ഡല UDF സ്ഥാനാർത്ഥി P. ഹരിഗോവിന്ദന്റെ റോഡ് ഷോ ആവേശകരമായി നടന്നു. വെങ്ങാട്ടിരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ചെർപ്പുളശ്ശേരിയിൽ സമാപിച്ചു. വടക്കൻ വെള്ളിനേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. ഏകദേശം 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. പോലീസ് എത്തി സ്ഥലത്ത് പ്രാഥമിക പരിശോധന നടത്തി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.